നമസ്കാരം. പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അനഘയ്ക്ക് സുഖം പ്രാപിച്ച് വരുന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതേസമയം അനഘയെ കൊല്ലാൻ വേണ്ടിയിട്ട് നാഗേന്ദ്രയുടെ നേതൃത്വത്തിൽ അഭിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ആദർശ് രക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ നവ്യയാണെന്നുള്ള വിവരം ആദർശ് നയനെ അറിയുന്നുണ്ട് കേട്ടോ. നവ്യ നയനയോടും ആദർശിനോടും വന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുമുണ്ട്. അതിനൊക്കെ ശേഷം നയനയും ആദർശും നവിയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. എന്നാൽ അതിനുശേഷം മുത്തശ്ശനും ഈ സംഗതി അറിയാണ്. അഭിയുടെ കുഞ്ഞാണ് എന്നുള്ള വിവരം മുത്തശ്ശൻ അറിയായിരുന്നെങ്കിലും മുത്തശ്ശൻ അനഘയെ കൂട്ടിക്കൊണ്ട് വരികയാണ് അനന്തപുരിയിലേക്ക്. ആ സമയത്ത് നമ്മുടെ ജലജയ അഭിയൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. മാത്രമല്ല അഭിക്ക് ഒരു ചെറിയ പണി കൊടുക്കുന്നുണ്ട്. ചെറുതല്ല, നല്ല കട്ടയ്ക്കുള്ള പണി നവ്യയും അതുപോലെ അനഘയും കൂടി ചേർന്ന് കൊടുക്കുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനഘ സുഖം പ്രാപിച്ചു എന്നറിയുമ്പം വിരളി പിടിച്ച് നടക്കുകയാണ് അഭിക്ക് ആകെപ്പാടെ ടെൻഷനായിട്ട് അഭി വന്നിട്ട് ജലജയോട് പറയുന്നുണ്ട് കേട്ടോ. അതെ അമ്മേ, അനഘ അവൾ സുഖം പ്രാപിച്ച് വരികയാണെന്ന് പറയാ. അപ്പോൾ ജലജ പറയാണ്, അവൾ സുഖം പ്രാപിച്ച് വരട്ടെ, അതിന് നിനക്കെന്താ? ആദർശിൻ്റെ കൊച്ചല്ലേ അവളുടെ കൂടെ നിൽക്കുന്നത്. ഞാൻ പറയുന്നത് അവൾ സുഖം പ്രാപിച്ച് വരണമെന്ന് തന്നെയാണ്. എന്നിട്ട് അവൾ അവിടെ അനന്തപുരിയിൽ കയറി വരണം. കയറിയിട്ട് വന്ന് ആദർശിനെയും കുഞ്ഞിനെയും കൊണ്ട് അവളിവിടെ പൊറുതി തുടങ്ങണം. എന്നാലേ ഇവിടെയുള്ളവർക്ക് ഒരറുതിയൊക്കെ വരുള്ളൂ. ആ നയന എന്ന് പറയുന്നവളുടെ അഹങ്കാരവും കുറയണം. ദേവയാനിക്കും ഒരടി കിട്ടിയതുപോലെ ആവും. എത്രയും വേഗം അവൾ സുഖമാവട്ടെ, സത്യങ്ങളൊക്കെ അറിഞ്ഞ് ഇവിടെ കയറി വരട്ടെ എന്നൊക്കെ ജലജ പറയുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവിടെ നെഞ്ചി കൊടുത്ത് ഈ ആളാണേ. അപ്പം നവ്യ അടുത്ത് നിൽപ്പുണ്ടേ. അപ്പം നവ്യയ്ക്ക് മനസ്സിലാവുക, കൊള്ളാം, നീ ഉദ്ദേശിച്ച മറുപടി തന്നെ നിനക്ക് കിട്ടി, നിനക്ക് കിട്ടേണ്ട മറുപടി തന്നെ കിട്ടിയല്ലോ എന്നും പറഞ്ഞ് നവ്യ നിൽക്കുന്നുണ്ട്. അതേസമയം അഭി പറയാം, അമ്മ എന്തായി പറയുന്നത്? അവൾ ഈ വീട്ടിൽ വന്ന് താമസിക്കട്ടെ എന്നോ? അങ്ങനെ ആ കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാനം പോയില്ലേ? പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ നമുക്ക്? ഇപ്പോൾ തന്നെ മൊത്തത്തിലാകെ പ്രശ്നമായിട്ട് കിടക്കുക. എല്ലാവരും അറിഞ്ഞു കഴിയുമ്പം എന്തുമാത്രം നാണക്കേടാ നമുക്കറിയോ എന്ന് ചോദിക്കുക. അപ്പം ജലജ പറയാ, എന്ത് നാണക്കേടാവാനാടാ? അവർക്കല്ലേ നാണക്കേട്, നമുക്കത് സന്തോഷത്തിൻ്റെ കാര്യമല്ലേ. അല്ല പിന്നെ നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നിനക്കിപ്പോൾ എന്തുകൊണ്ടാണ് ആ കൊച്ചും അവളും വരുന്നത് ഇങ്ങോട്ട് ഇഷ്ടമില്ലാത്തതെന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അന്ന് മുതലേ സംശയം ഉണ്ടാ നിന്നെ എനിക്ക്. അതുകൊണ്ടാ ഞാൻ ചോദിച്ചതെന്ന് പറയാം. അപ്പം അഭി പറയാ, അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? എല്ലാവരുടെയും മുമ്പിൽ സത്യം തെളിഞ്ഞതല്ലേ. എൻ്റെ കൊച്ചെങ്ങാനും വരുന്നതെങ്കിൽ അതിന് ഈ പരിസരത്തെടുക്കാൻ ഇവരാരെങ്കിലും സമ്മതിക്കുമോ? ഇതിപ്പം ആദർശിൻ്റെ കൊച്ചായതുകൊണ്ട് അതിനെ കയറ്റി താമസിപ്പിക്കാനും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ തയ്യാറാവുമെന്ന് പറയാം. അപ്പം ജലജ പറയാം, എടാ നിന്നെയും വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. ഇത്രയും വർഷമൊക്കെ ആയിട്ടും നീ നിൻ്റെ അച്ഛൻ നാഗേന്ദ്രൻ്റെ ഒപ്പം തന്നെയല്ലേ ഇടാ? അല്ലാതല്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളുമായിട്ട് കൂട്ടുകൂടാൻ പോകരുതെന്ന്. എന്നിട്ട് നീ നിൻ്റെ അച്ഛൻ്റെ ഒപ്പം നിന്നു. അങ്ങനെ അമ്മയെ ചതിച്ചവനെ മറ്റു പെൺകുട്ടികളെയും ചതിക്കും. നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. ഞാനൊന്നും സംസാരിക്കുന്നില്ല അമ്മയോട്. എന്തെങ്കിലുമൊക്കെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞിട്ട് വരുമ്പോഴേക്കും അതിനെയൊക്കെ അമ്മ അങ്ങ് എതിർക്കുക അല്ലേ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും നവ്യ വന്നിട്ട് ചോദിക്കുക, എന്താ അഭി, എന്താ നിനക്കൊരു ടെൻഷൻ പോലെ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ടെൻഷനേ ഉള്ളടി. അനഘ സുഖം പ്രാപിച്ച് വരുന്നത് നീ തന്നെയല്ലേ പറഞ്ഞത്? അവൾ നടക്കാനൊക്കെ തുടങ്ങിയെന്ന്, ഇനി സംസാരിക്കാനും തുടങ്ങുമെന്ന്. അത് നല്ല കാര്യമല്ലേ അഭി? അത് അവൾ സംസാരിക്കട്ടെ. എല്ലാവരുടെയും മുമ്പിൽ വന്ന് അവൾ സത്യങ്ങളൊക്കെ അങ്ങ് വിളിച്ച് പറയട്ടെ. ഇവിടെ വന്ന് മാത്രമല്ല, അവൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആദർശിന് വേറൊരു പണി കൂടി കൊടുക്കും. എന്ത് പണിയാണ് നീ കൊടുക്കാനിരിക്കുന്നത് എന്ന് അഭി ചോദിക്കുക. അപ്പോൾ ഉടനെ നവ്യ പറയാം, അതെ, അവൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങളെയും ഞാനങ്ങ് വിളിച്ചു വരുത്തും. അനഘയുടെ വായിൽ തന്നെ ഈ സത്യങ്ങളെല്ലാം പുറത്തു വരണം. അവളെ ഇത്രയും നാൾ ഉപദ്രവിച്ചതും അവളുടെ കൊച്ചിൻ്റെ അച്ഛനും ഇവിടുത്തെ അനന്തപുരി തറവാട്ടിലെ ആദർശാണ്. അതായത് മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആദർശാണെന്നുള്ള വിവരം എല്ലാവരും അറിയണം. ആ ന്യൂസ് അങ്ങ് വൈറലായി പോകണം. അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ അഭി ഞെട്ടിപ്പോവാ. ദൈവമേ, ഇവള് കുറേ വൈറലാക്കും. അതെങ്ങാനും ആ അനഘ സംസാരിക്കാൻ തുടങ്ങി അവൾ വന്ന് വിളിച്ച് പറയും ഞാനാണ് ആ കൊച്ചിൻ്റെ തന്താന്ന്. അങ്ങനെയെങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെന്നെ വെട്ടിക്കൊല്ലും. എൻ്റെ ജീവൻ എന്നെ ഭീഷണിയാണ്. ഇവരോടൊന്നും സംസാരിക്കാതിരിക്കുന്ന എൻ്റെ മനസ്സിന് നല്ലത് എന്ന് പറഞ്ഞിട്ട് അഭി അവിടെ നിന്ന് അങ്ങ് പോവാണേ. അപ്പം നവ്യയ്ക്ക് സന്തോഷമാവും. എടാ നിന്നെ അങ്ങനെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുക. അതേസമയം ജലജയ്ക്കപ്പോൾ ഒരു കോള് വരുന്നുണ്ട്. ജലജ ഫോൺ എടുക്കുമ്പം അങ്ങേ തലയ്ക്കുന്ന ഒരു സംസാരം കേൾക്കുന്നുണ്ട്. അപ്പോൾ അയാളോട് ജലജ ചോദിക്കുന്നുണ്ട്, എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ? നിങ്ങൾ അതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ചോ? എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കിയോ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അത് മേഡം
മേഡം പറഞ്ഞ പോലെ ഞങ്ങൾ അന്വേഷിച്ചു ആ നാഗേന്ദ്രനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. അയാൾ അയാൾ ഇവിടെ തന്നെയുണ്ട്. അയാളെ എങ്ങനെയെങ്കിലും ഒതുക്കണം എന്നല്ലേ മേഡം പറഞ്ഞത്? അതേന്നേ, അവൻ ജീവനോടെ ഇരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നാഗേന്ദ്രനെ അങ്ങ് ഇല്ലായ്മ ചെയ്യണം. എത്ര രൂപ വേണേലും ഞാൻ തരാം, എങ്ങനെ വേണേലും തരാം. പക്ഷേ അയാൾ ഇങ്ങോട്ട് ജീവനോടെ പോകരുത് ഇവിടുന്ന്. അതിനുള്ള പണിയൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അയാളുടെ താവളവും കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം അയാളെ ഒതുക്കുന്ന കാര്യം മേഡം അഡ്വാൻസ് താ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് പണി തുടങ്ങാൻ എന്ന് പറയണം. അത് അഡ്വാൻസ് ഒക്കെ തരാം, ഞാൻ ഇപ്പം തന്നെ ജിപേ ചെയ്തേക്കാം, നിങ്ങൾ പണി തുടങ്ങിക്കോണമെന്ന് പറഞ്ഞ് ജലജ പോവുക. എന്നിട്ട് ഫോൺ എടുത്തിട്ട് കുറച്ച് പൈസയൊക്കെ അയാൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജലജ മനസ്സിൽ വിചാരിക്കുക, നാഗേന്ദ്രൻ വന്നിരിക്കുന്നു എന്നെ തോപ്പിക്കാൻ. അന്ന് ഈ കുടുംബത്തിൽ നിന്ന് ഞാൻ ആട്ടി ഇറക്കി വിട്ടതാ അയാളെ. ഇനി ഇങ്ങോട്ട് വലിഞ്ഞു കയറാനും എന്നെ കുറ്റപ്പെടുത്താനും വേണ്ടി വന്നിരിക്കുക. അവനെ ഒന്നും ഞാൻ വെറുതെ വിടില്ല എന്ന് ജലജയും പറയാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ആദർശം നയനും കൂടി വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നാഗേന്ദ്രൻ അയാൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദ്രോഹങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതൊക്കെ സത്യമായിരിക്കാം. പക്ഷേ ഇപ്പോഴും അബിക്ക് കൂട്ടു നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പറയാം. അപ്പോൾ നയനയും പറയും, ശരിയാ, അവൻ്റെ കള്ളത്തരത്തിനെല്ലാം അയാൾ കൂട്ടു നിൽക്കുന്നുണ്ട്. അരകയെ കൊല്ലാൻ ആളെ വിട്ടതിൽ ഈ നാഗേന്ദ്രനും പങ്കുണ്ടായിരിക്കും അല്ലേ ആദർശേട്ടാന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയും, തീർച്ചയായിട്ടും അനഘയെ കൊല്ലാൻ ആളെ വിട്ടതിലും ഈ നാഗേന്ദ്രന് പങ്കുണ്ട്. അബിക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നതും നാഗേന്ദ്രനാണ്. അബി അപ്പച്ചിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പച്ചിക്ക് നാഗേന്ദ്രനോട് പഴയ ശത്രുത ഇതുവരെ തീർന്നിട്ടില്ല. അപ്പം നയന പറയാം, എന്താ ഇവർ തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണം? അപ്പച്ചി നാഗേന്ദ്രനെ ഒഴിവാക്കാൻ വേറെന്തോ കാരണം കൂടിയുണ്ട്. അല്ലാതെ പിന്നെ ഇത്രയും ശത്രുത പിന്നെയും വെച്ചുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമല്ല, നാഗേന്ദ്രൻ്റെ കയ്യിൽ ഒരുപാട് പണമൊക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ പിന്നെ അപ്പച്ചി അങ്ങോട്ടേക്കൊക്കെ വീഴേണ്ടതല്ലേ എന്ന് പറയണം. അപ്പോൾ ആദർശം പറയാം, അത് ശരിയാ, അങ്ങനെ വീഴേണ്ടതാണ്. പക്ഷെ അപ്പച്ചിക്ക് ഇപ്പോഴും നാഗേന്ദ്രനോട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അബിയോടും ഇപ്പോൾ അപ്പച്ചിക്ക് താല്പര്യമില്ല എന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട് നയന, അതല്ല, അതിൻ്റെ കൂടെ ഇളയച്ചനും ഇളയമ്മയും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് കൂടെ നിൽക്കുന്നതെന്നും നാഗേന്ദ്രനെ ഇത്രയധികം വെറുക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല. മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ നാഗേന്ദ്രനോട് ദേഷ്യമുണ്ട്. നാഗേന്ദ്രൻ്റെ കഥകൾ ഇവിടെ പറയുന്നത് അവർക്ക് താല്പര്യമില്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇളയച്ചനും ഇളയമ്മയും അങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നയന പറയാം. അപ്പോഴേക്കും ആദർശം പറയുക, അത് ശരി, ഇവിടെ എന്തൊക്കെയോ ഗൂഢമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ സത്യം വെളിപ്പെടുത്താൻ ആരും തയ്യാറല്ല. അച്ഛനും അമ്മയ്ക്കും അധികമായിട്ടൊന്നും അറിയില്ല. അമ്മയ്ക്കറിയാവുന്ന കാര്യമൊക്കെ ശങ്കരേട്ടനോട് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അത് നമ്മൾ അറിയുകയും ചെയ്തു. പക്ഷെ മുത്തശ്ശൻ മനസ്സ് തുറക്കുന്നേയില്ല. മുത്തശ്ശൻ്റെ മനസ്സിൽ ഇതിൻ്റെ സത്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും അല്ലേന്ന് പറയണം. നയന പറയാ, ശരിയാ, അങ്ങനെ ആയിരിക്കും, നമുക്ക് കണ്ടെത്തണം എന്ന് പറയുന്നുണ്ടേ. അതേസമയം ഇവർ വീണ്ടും നാഗേന്ദ്രനെ കാണാനായിട്ട് പോവുകയാണ് ആദർശ്. അപ്പോൾ നാഗേന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ്. നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ നീ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അല്ല, നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല. പഴയ ചരിത്രങ്ങളൊക്കെ ശങ്കരേട്ടൻ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ടോ ജ്വല്ലറിയിലോ ഒരു നഷ്ടവും ഉണ്ടാക്കിയിട്ടില്ല, ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അപ്പച്ചി നിങ്ങളെ ചതിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പറയാണ്. അപ്പോൾ നാഗേന്ദ്രൻ പറയാണ്, അത്രയും കഥകളൊക്കെ അല്ലേ നിങ്ങൾ അറിഞ്ഞോളൂ, അതിൻ്റെ ഇടയിൽ വേറെയും ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ കഥകളുണ്ടായിരുന്നു. ജലജയിൽ നിന്ന് അതൊക്കെ എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അവളുടെ സ്വഭാവമേ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ജലജ ചതിച്ചതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷേ മറ്റു പലരും ചതിച്ചതിൽ എനിക്ക് അത്ഭുതമുണ്ട് എന്ന് പറയുമ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, വേറെ ആരാണ് നിങ്ങളെ ചതിച്ചത്, ആരാണെന്ന് പറയുക. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അത് വേറെ ആൾക്കാരെ ചതിച്ചു, അതിനെക്കുറിച്ച് ഇപ്പം നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ആദർശിന് വന്ന വഴി തന്നെ പോകാം. അനന്തപുരി തറവാടിനോടും മൂർത്തീസ് ജ്വല്ലറിയോടും ഇഷ്ടം കൂടി അതിൻ്റെ ഒപ്പം നിൽക്കാനൊന്നും ഈ നാഗേന്ദ്രൻ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ നിർത്താൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ നിർത്തേണ്ട കാര്യമില്ല. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയുള്ളവരുടെ തെറ്റിദ്ധാരണ മാറ്റി തിരിച്ചങ്ങോട്ട് വരണം. അപ്പച്ചിയുടെ കള്ളത്തരങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വിളിച്ചു പറയണം, അതല്ലേ വേണ്ടതെന്ന് പറയാം. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പോഴേക്കും ആദർശ് പറയാം, പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി സംസാരിക്കാനുണ്ട്. അബിയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്. അനഘയുടെ കുഞ്ഞ് അബിയുടേതാണെന്നുള്ള സത്യം നിങ്ങൾക്കും അറിയാമല്ലോ, അത് അവൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ പേരിൽ അനഘയെ ഇല്ലായ്മ ചെയ്യാൻ അബി പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. മുത്തച്ഛൻ്റെ താല്പര്യപ്രകാരമാണ് അനഘ അവിടെ താമസിക്കുന്നതും അനഘയ്ക്ക് ഇത്രയും സെക്യൂരിറ്റിയും ചികിത്സയും ഒക്കെ കിട്ടുന്നതും. അനഘ റിക്കവർ ചെയ്ത് വരണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ചന്തുമോളെന്ന് പറഞ്ഞ ആ കുട്ടിക്ക് അച്ഛനും അമ്മയും ഇല്ലാതാവരുത്, അമ്മയെങ്കിലും ഉണ്ടാവണം. ചതിയൻ അബിയുടെ കുഞ്ഞാണത് എന്ന് പറയണം. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറയാം, അതിന് ഞാനെന്ത് വേണം, ഞാനെന്ത് ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളായി നിങ്ങളുടെ പാടായി, എനിക്ക് ഈ കഥകളൊന്നും കേൾക്കണ്ട എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാം, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല.
ഇപ്പോഴും അനഘയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അബിയെ സഹായിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം ആ നേഴ്സിനെ വിട്ടിട്ട് ആ മരുന്ന് കുത്തിവെച്ച് അനഘയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതെന്ന് ചോദിക്കുമ്പം നാഗേന്ദ്രൻ ഞെട്ടിപ്പോവാ. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞു? എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. അബിയെ സപ്പോർട്ട് ചെയ്യേണ്ടതും അനഘയെ ഇല്ലായ്മ ചെയ്യേണ്ടതും ഒന്നും അതെന്നെ ബാധിക്കുന്ന കാര്യമില്ല. ഹാ, അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അന്ന് അവിടെ നേഴ്സായിട്ട് വേഷം കെട്ടി വന്നവള് ചോദ്യം ചെയ്തിട്ടുണ്ട്. അവളെ പോലീസ് കൊണ്ടുപോയിട്ടുമുണ്ട്. അവൾ എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയും ചെയ്തു. നിങ്ങളാണ് അവളെ ഏർപ്പാട് ചെയ്തതെന്നും അവൾക്ക് പണം കൊടുത്തതെന്നും അവൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ പല തെളിവൊന്നും വേണ്ടല്ലോ മിസ്റ്റർ നാഗേന്ദ്ര. നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, പക്ഷേ അവൻ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്രയെത്ര പെൺകുട്ടികളെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാവോ, ചതിച്ചിട്ടുണ്ടെന്നറിയാവോ? അതിലൊരാളാണ് അനഘ. അനഘയുടെ കുഞ്ഞ് ചന്തുമോള് അബിയുടെയാ. എന്നിട്ടും അവനൊരു ഉളുപ്പും ഇല്ലാതെ അത് എൻ്റെ തലയിൽ വെച്ച് കെട്ടി തരികയാണ്. അവൻ്റെ ഭാര്യ നവ്യ ഇതൊന്നും അറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനാണ് വീട്ടിലുള്ളവരാരും ഇത് വിളിച്ചു പറയാതെ ഇരിക്കുന്നതും. പക്ഷേ അനഘയെ ഇല്ലായ്മ ചെയ്യാനോ ചന്തുമോളെ കൊന്നു സംഭവിക്കാനോ പാടില്ല. അതിന് നിങ്ങൾ കൂട്ടു നിന്നാൽ ഈ ആദർശ് ആരാണെന്ന് നിങ്ങൾ ശരിക്കും അറിയുമെന്ന് പറയാണ്. അപ്പോഴാണ് കേട്ടോ ജലജ കൊട്ടേഷൻ കൊടുത്ത ആൾക്കാർ തന്നെ ഇത് പറഞ്ഞിട്ട് ആദർശ് തിരിച്ചിറങ്ങുന്ന സമയത്ത് ജലജ കൊട്ടേഷൻ കൊടുത്ത ആൾക്കാർ നാഗേന്ദ്രനെ പിടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ആദർശ് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും 2 വണ്ടി അവിടെ വന്ന് നിൽക്കുന്ന കാണുക. അപ്പോൾ ആദർശ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതിൽ നിന്ന് വടിവാളും കുന്തവും ഒക്കെ ആയിട്ട് കുറേ പേര് കൊട്ടേഷൻ സംഘങ്ങളാണ് ചാടി ഇറങ്ങാണ്. ഇത് ആദർശ് കാണുക. ആദർശ് അപ്പോഴേ മനസ്സിലാകുകയാണ് നാഗേന്ദ്രനിട്ട് എന്തോ ഒരു പണി വരുന്നത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. പെട്ടെന്ന് തന്നെ ആദർശ് അവിടുന്ന് പോലീസിനെ വിളിക്കുകയും മറ്റുള്ളവരെ കുറേ ആൾക്കാരെ വിളിക്കുകയും ഒക്കെ ചെയ്യാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ അവർ നാഗേന്ദ്രൻ്റെ റൂമിൽ എത്തുന്നുണ്ട് ഗുണ്ടകൾ. നാഗേന്ദ്രൻ പേടിച്ച് പോവാണ്. ആരാണ് ഈ വന്നത് എന്ന് ഓർത്തിട്ട് നാഗേന്ദ്രൻ്റെ ഗുണ്ടകളൊന്നും അടുത്തില്ല താനും. ആ സമയത്ത് നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആരാ നിങ്ങൾ ഞാൻ എന്താ ചെയ്തേ, എന്തിനാ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം അവർ നാഗേന്ദ്രനോട് പറയുന്നുണ്ട്, അതെ ഞങ്ങൾക്കൊരു കൊട്ടേഷൻ കിട്ടിയതാ, നിങ്ങളെ അങ്ങ് തീർത്ത് കളയണമെന്ന്, നിങ്ങൾ ഈ ഭൂമിക്ക് വെള്ളി വേണ്ടെന്ന്. അപ്പം നാഗേന്ദ്രൻ ചോദിക്കുക, ആരാ നിങ്ങൾക്ക് ഈ കൊട്ടേഷൻ തന്നത്, ആരാന്ന് പറ. ആരാന്ന് പറയേണ്ട കാര്യം എന്താ, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. പണി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബാക്കി തുക കൂടി കിട്ടും. അതിനു വേണ്ടിയാണ് വന്നത്. നൈസായിട്ട് അങ്ങ് തീർത്ത് കളയാൻ. ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അവസാന ആഗ്രഹം വല്ലതും ഉണ്ടെങ്കിൽ പറ, ചെറുത് വല്ലതും ആണെങ്കിൽ ഞങ്ങളങ്ങ് സാധിച്ചു തരാം. അപ്പം നാഗേന്ദ്രൻ പറയാം, ആരാ നിങ്ങൾക്ക് ഈ കൊട്ടേഷൻ തന്നേന്ന് പറ. വലിയ വിവരമൊന്നും ഉള്ളവരല്ലെന്ന് നാഗേന്ദ്രന് മനസ്സിലാവുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതാ നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹമെങ്കിൽ അതും കൂടി അങ്ങ് പറഞ്ഞേക്കാം. ഒരു ലേഡിയാണ് ഞങ്ങൾക്ക് ഒരു കൊട്ടേഷൻ തന്നിരിക്കുന്നത്. അത് ആരാണെന്നൊന്നും ഞങ്ങൾ പറയില്ല. ആ ലേഡി ഞങ്ങൾക്ക് കുറച്ച് പണവും തന്നു. നിങ്ങൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് എന്നും പറഞ്ഞ് നാഗേന്ദ്രൻ അപ്പോഴേക്കും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും നാഗേന്ദ്രനെ പിടിച്ചു നിർത്തുകയാണ്. പിടിച്ചു നിർത്തി കൊല്ലാൻ വേണ്ടിയിട്ട് കത്തിയൊക്കെ ആയിട്ട് വരുന്ന സമയത്താണ് ആദർശു അങ്ങോട്ട് വരികയാണ്. അതുപോലെ കുറച്ച് ആൾക്കാരും പോലീസും എല്ലാവരും വരികയാണ്. ഇവരെല്ലാം കൂടെ വന്ന് ഈ ഗുണ്ടകളെല്ലാം അടിച്ച് നിരപ്പാക്കി കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, അതെ ഈ കൊട്ടേഷൻ തന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അത് അനന്തപുരിയിലെ ജലജയാണ് തന്നതെന്ന് പറയുക. അപ്പം നാഗേന്ദ്രൻ ഞെട്ടിപ്പോവാണേ. ജലജ ഇത്രയധികം പണിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് നാഗേന്ദ്രൻ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയത്ത് ആദർശി എന്നിട്ട് പറയാണ്, കണ്ടോ ഇപ്പോഴും അപ്പച്ചിക്ക് നിങ്ങളോടുള്ള ശത്രുത എങ്ങ് തീർന്നിട്ടില്ല. ഇത്രയധികം ശത്രുത നിങ്ങൾ തമ്മിൽ വരണമെങ്കിൽ ആ നെക്ലേസിൻ്റെ കേസ് മാത്രമായിരിക്കില്ല, അതിന് മുമ്പ് തൊട്ടുള്ള എന്തെങ്കിലും ഒക്കെ പ്രശ്നം കാണും. അതുപോലെ ഇളയച്ചനും ഇളമയൊക്കെ അപ്പച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും കാരണം കാണുമെന്ന് പറയണം. അപ്പം നാഗേന്ദ്രൻ ആദർശനോട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ചെയ്തതിന് വലിയ ഉപകാരമാണ്. ഇപ്പം നിങ്ങളത് കണ്ടില്ലായിരുന്നെങ്കിൽ, കാണാത്ത മട്ടിന് പോയെങ്കിൽ, പോലീസിനെ മറ്റും വിളിച്ച് വരുത്താതിരുന്നെങ്കിൽ അവന്മാർ എന്നെ തട്ടിയച്ച് പോയേനെ. എൻ്റെ ജീവൻ ഇപ്പം ഇല്ലാതായേനെ. ഇന്നിപ്പം ഞാൻ ഭൂമിക്ക് മേളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആദർശ് രക്ഷിച്ചത് കൊണ്ട് മാത്രമാണ്. അതിൻ്റെ നന്ദി സ്നേഹവും എപ്പോഴും നിങ്ങളോട് എനിക്ക് ഉണ്ടാവുമെന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, അങ്ങനെ നന്ദി സ്നേഹം ഉണ്ടെങ്കിൽ ആ ചരിത്രം ഒന്ന് പറഞ്ഞേ, അതിൽ എന്താ കാര്യം എന്നൊന്ന് പറയാണ്. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അത് ജലജയ്ക്കും മറ്റൊരാളുമായിട്ട് ഒരു അഫെയർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബന്ധം വന്നപ്പോഴേക്കും അത് ഞാൻ കണ്ടുപിടിക്കുകയുണ്ടായി. ആ സമയത്താണ് അവന്തികയെ ജലജ ഗർഭിണിയാവുന്നത്. ആ സമയം ഞാൻ ജലജയോട് അക്കാര്യത്തെപ്പറ്റി ചോദിക്കുകയുണ്ടായി. അപ്പോൾ ജലജ ഒന്നും വിട്ടു പറയാൻ തയ്യാറായില്ല. അവന്തികയുടെ അച്ഛൻ അയാളാണോ എന്നുള്ള ചോദ്യം ജലജയെ അലോസരപ്പെടുത്തി. അന്നു മുതൽ ജലജ എന്നെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുടുംബം തകരാതിരിക്കാൻ ആ വിവരം ഞാൻ മറ്റാരോടും പറയുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. അവന്തിക ജനിക്കുകയും ചെയ്തു. പക്ഷേ ജലജയ്ക്ക് ആ സമയത്തൊക്കെ എന്നോട് അടുപ്പം തീരെയില്ലായിരുന്നു. മറ്റാരോടോ മറ്റെന്തോ ബന്ധങ്ങളൊക്കെ ഉള്ളതായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഇതൊക്കെ മുത്തച്ഛനോട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ മുത്തച്ഛനോട് സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ല. അതിന് പകരം ഞാൻ അജയനോട് കാര്യം സംസാരിച്ചു. പക്ഷേ അജയൻ അത് അംഗീകരിച്ചു തന്നില്ല. അജയൻ പറയുന്നത് ജലജയ്ക്ക് അങ്ങനെ ഒരു ബന്ധമില്ലെന്നും മറ്റുമൊക്കെയാണ്. പക്ഷെ ഞാൻ അജയനോട് തെളിവുകൾ സഹിതം ഹാജരാക്കി.
പക്ഷേ അജയൻ വീണ്ടും ജലജയോടൊപ്പം തന്നെയാണ് നിന്നത്. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ അജയന് പല കാരണങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. കാരണം ജ്വല്ലറിയിൽ ഞാൻ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നതും അതുപോലെ മൂർത്തി സാറിന് എന്നോടുള്ള പ്രത്യേക താല്പര്യവും ഓരോ ചുമതലകൾ അധികമായി എന്നെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അജയനെ അത് അലോസരപ്പെടുത്തിയിരുന്നു. അജയൻ അതത്ര ഇഷ്ടപ്പെട്ടുമില്ല. ആ ഒരു ശത്രുത മനോഭാവം അജയൻ്റെ മനസ്സിൽ കിടക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നെക്ലേസ് ഞാനാണ് മാറ്റിവെച്ചത് എന്ന് എല്ലാവരും അറിയുന്നത്. ഞാൻ എല്ലാ സത്യങ്ങളും അജയനോട് പറഞ്ഞിട്ടും അജയൻ അതിന് യാതൊരു താല്പര്യവും കാണിച്ചില്ല, കേൾക്കാൻ കൂടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ജലജ അജയനെ കൂടി കൂട്ടുപിടിച്ചു. അജയനോടും അതുപോലെ ജാനകിയോടും പറഞ്ഞു, നാഗേന്ദ്രനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടണമെന്ന്. അങ്ങനെയാണെങ്കിൽ നാഗേന്ദ്രന് കിട്ടേണ്ട സ്ഥാനങ്ങളും സ്വത്തുക്കളും വരെ നിങ്ങൾക്ക് തരാമെന്ന് അജയനോടും ജാനകിയോടും പറഞ്ഞ് ജലജ തെറ്റിദ്ധരിപ്പിച്ചു. അതിന് വേണ്ടിയാണ് അജയനും കൂടി കൂട്ടുനിന്ന് എന്നെ തല്ലി അവിടെ നിന്ന് ഇറക്കുന്നത്. അല്ലെങ്കിൽ കാരണങ്ങളൊക്കെ പറഞ്ഞാൽ മൂർത്തി സാറ് ചിലപ്പം എല്ലാം മനസ്സിലാക്കി എന്നെ സ്വീകരിച്ചേനെ. പക്ഷേ അജയൻ അതിനുള്ള അവസരം തന്നില്ല. ഈ ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തത് എന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഇതെല്ലാം പറഞ്ഞത് സത്യമാണ്, നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട്. ഈ സത്യങ്ങളൊക്കെ പറഞ്ഞ് മുത്തശ്ശനെ മനസ്സിലാക്കി നിങ്ങൾ അനന്തപുരിയിലേക്ക് തിരിച്ചു വരണം എന്ന് പറയാണ്. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തിരിച്ചു വരവ് ഇനി ആഗ്രഹിക്കുന്നില്ല. ജലജ കണ്ടില്ലേ, ഇപ്പോഴും കൊട്ടേഷൻ കൊടുത്തു എന്നെ കൊല്ലാനായിട്ട്. അവൾക്കിപ്പോഴും എന്നോട് ശത്രുതയാണ്. അതുകൊണ്ട് അവളോടൊരു ബന്ധുതയ്ക്കും എനിക്ക് താല്പര്യമില്ല എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ അബി ചെയ്ത തെറ്റല്ലാതാവില്ല. ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് അബിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യരുത്. അവൻ അപ്പച്ചിയുടെ കീഴിൽ വളർന്നു വന്നവനാണ്, തെറ്റുകൾ മാത്രം ചെയ്ത് ശീലിച്ചവനാണ്. ആ അനഘയെ ചതിച്ചത് അവനാണ്. അതിൻ്റെ പേരിൽ ഇനി ആ അനഘയെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുതെന്ന് പറയാണ്. അപ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഒരിക്കലും ഇനി അത് ചെയ്യില്ല, ഞാൻ അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അതേസമയം നവ്യ തീരുമാനിക്കുകയാണ് കേട്ടോ, അബിയുടെ ഈ രീതിയൊക്കെ വെച്ചിട്ട് അനഘയെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെ ശ്രമിച്ചല്ലോ. അങ്ങനെ ആദർശും എന്നോടും നയനയോടും നവ്യ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം, എനിക്ക് സംസാരിക്കണം ഒറ്റയ്ക്ക് നിങ്ങളോട്, അതുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് വരണമെന്ന് പറയാണ്. അപ്പോൾ ആദർശും നയനയും തീരുമാനിക്കുകയാണ് അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവുകയാണ് നവ്യച്ചയാണ് ഇതിനെല്ലാം പിന്നിലെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. ഫോണൊക്കെ ട്രാക്ക് ചെയ്ത് എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നവ്യച്ചി സത്യം പറയാൻ വേണ്ടിയായിരിക്കും വിളിക്കുന്നത്. നമുക്ക് എന്താണെന്നറിയാം, പോകാം എന്ന് പറയാണ്. അങ്ങനെ ആദർശും നയനയും കൂടി പോകുന്നുണ്ട്. അവിടെ വെച്ച് നവ്യയും വരികയാണ്. നവ്യ എല്ലാ സത്യങ്ങളും പറയാണ് നയനയോട്. ഞാൻ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു, അന്ന് ആ DNA ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ. പക്ഷെ അബി എന്ന ദുഷ്ടനെ എങ്ങനെയെങ്കിലും പിടിക്കപ്പെടണമെങ്കിൽ അത് അവൻ എല്ലാ തെളിവുകളോടെ പൂട്ടണം. അല്ലാതെ അവനെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നറിയാം. എങ്ങനെയാണെങ്കിലും അവൻ വഴുതി മാറി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ നാടകം അഭിനയിച്ചത്. ഇത്രയും നാൾ ഞാൻ അവൻ്റെ മുൻപിൽ അഭിനയിക്കായിരുന്നു. ഒരു കുഞ്ഞു പോലും അത് അറിയരുതെന്ന് വെച്ചാൽ ഞാൻ അഭിനയിക്കായിരുന്നു. എൻ്റെ മനസ്സിലുള്ള തീ അത് ആരും അറിഞ്ഞില്ല എന്നൊക്കെ പറയാം. അപ്പം നയന പറയാം, ചേച്ചി ഞങ്ങൾക്കും തോന്നിയിരുന്നു. ഇപ്പോൾ ആ ഫോൺ നമ്പർ വെച്ച് ട്രേസ് ചെയ്തപ്പോഴേക്കും അത് ചേച്ചിയുടെ നമ്പറായിരുന്നു, ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ നമ്പറും. അങ്ങനെ വേണ്ട എല്ലാ ഇൻഫർമേഷനും ആദർശേട്ടന് കൊടുത്തത് ചേച്ചിയാണെന്നുള്ള കാര്യം ഞങ്ങളും മനസ്സിലാക്കിയിരുന്നു. ചേച്ചി സത്യം തുറന്ന് പറയുന്നവരെ അങ്ങോട്ട് ചോദിക്കണ്ടെന്നുള്ള തീരുമാനം ഞങ്ങളും എടുത്തിരുന്നതാ. അതുകൊണ്ടാണ് അതേപ്പറ്റി ഞങ്ങളൊന്നും ചോദിക്കാതിരുന്നത് എന്ന് പറയാം. അപ്പം നവ്യം പറയാം, ശരിയാണ്, ഞാനാ, അല്ലാതെ ആദർശനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ചന്തുമോളുടെ പേരിൽ. ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനാണെന്ന് പറഞ്ഞ് വല്ലാത്ത രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് മാപ്പ് തരണം എന്ന് ആദർശനോട് പറയാം. എന്നിട്ട് നയനയോട് പറയാം, നയനെ, എൻ്റെ പെരുമാറ്റം കൊണ്ട് നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. നിന്നെ ശരിക്കും മനസ്സിലാക്കാതെ ഞാൻ വളരെ മോശമായിട്ട് നിന്നോട് പെരുമാറിയിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം, ഈ ചേച്ചിയോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് നയനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇനി നമുക്ക് 3 പേർക്കും കൂടി ഒന്നിച്ച് നിൽക്കണം. ആദർശേട്ടനും നയനയും എന്നെ സഹായിക്കണം. കാരണം ചന്തുമോളെ അതുപോലെ തന്നെ അനഘയും കൊല്ലാൻ വേണ്ടി അഭി ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്ന് അവരെ രക്ഷിക്കണം. അവർക്കൊരിക്കലും ഒന്നും സംഭവിക്കാൻ പാടില്ല. ആ ദുഷ്ടനെ എങ്ങനെയും പൂട്ടണം നമുക്ക്. അതിന് എന്നോടൊപ്പം നിങ്ങൾ നിൽക്കണം എന്ന് പറയുക. അങ്ങനെ അവർ 3 പേരും കൂടെ സെറ്റ് ആവുകയാണ് കേട്ടോ ഇനി അഭിയെ പൂട്ടാനായിട്ട്. അങ്ങനെ അബി ആകെ വിരളി പിടിച്ച് നടക്കാണ്. അബി ഹോസ്പിറ്റലിലെത്താണ് എങ്ങനെയെങ്കിലും അനഘയെ ഇല്ലായ്മ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്. അതേസമയം അനഘ ചെറുതായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങിയ സമയമാണ്. അങ്ങനെ ചന്തുമോളും അനഘയും ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് അബി അവിടെ കയറി ചെല്ലുന്നു. കത്തിയുമായിട്ടാണ് അനഘയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അനഘ പേടിച്ച് കാറ് കാണാം. അനഘയോടൊപ്പം നിൽക്കുന്ന ചേച്ചി പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അനഘയോട് പറയുന്നുണ്ട്, ദേ എടി, എന്തെങ്കിലും കാര്യം നീ അനന്തപുരിയിലോ മറ്റുള്ളവരുടെ മുമ്പിലോ വിളിച്ച് പറഞ്ഞാൽ നിന്നെ ഞാൻ ഇപ്പം തന്നെ തീർക്കുമെന്ന് പറഞ്ഞ് കത്തി വീശാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും എല്ലാവരും കൂടെ വരുമ്പോൾ പെട്ടെന്ന് കത്തി കാണിച്ച് ചന്തുമോളെ എടുത്തോണ്ട് അഭി കാറിൽ കയറി പോവാണ്.
കാറിൽ കയറി പോകുന്നതിന് ഒപ്പം തന്നെ എല്ലാ വിവരങ്ങളും ഡോക്ടർ വിളിച്ച് ആദർശിനോട് പറയാണ്. ആദർശും അതുപോലെ നന്ദുവും എല്ലാം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അബിയെ തെരഞ്ഞ് അബി കാറിൽ ചന്തുമോളെയും കൊണ്ട് പോവുക. ചന്തുമോളാണെങ്കിൽ കാറിലിരുന്ന് കരയാണ്. മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കൊണ്ടുപോകുന്ന വഴി പോലീസും അതുപോലെ ആദർശും കൂടി വണ്ടി ബ്ലോക്ക് ചെയ്യുകയാണ്. അബി കത്തി കാണിക്കുകയാണ് ചന്തുമോളുടെ നേരെ. പുറകിൽ നിന്ന് വന്ന ആദർശ് ഒരു ചവിട്ട് കൊടുക്കുമ്പം കത്തി തെറിച്ച് പോവുക. നന്ദുവാണെങ്കിൽ അബിയെ വലിച്ചു പിടിച്ചേച്ച് പറയാ, എടാ ദുഷ്ട, ഇത്രയും ദുഷ്ടത്തരമൊക്കെ ചെയ്തിട്ട് നീ ഇനി ഈ കുഞ്ഞിനെ കൂടി ഉപദ്രവിക്കുന്നോ? ഇത് നിന്റെ കുഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ്. അബി അതിനെയൊക്കെ എതിർക്കുകയാണ് കേട്ടോ. ചന്തു മോളെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോവാണ്. പോലീസ് കൊണ്ടുപോവുക. ആദർശ് കൂട്ടിക്കൊണ്ട് പോവാണ്. അനഘയും ഈ വിവരങ്ങളെല്ലാം നമ്മുടെ മുത്തശ്ശനെ അറിയിക്കുകയാണ് ആദർശ്. മുത്തശ്ശൻ എല്ലാം അറിയാണ്. മുത്തശ്ശൻ അന്നേരം പറയാണ്, ശരിയാവില്ല, ചന്തു മോള് ഈ വീട്ടിലെയാണ്, അബിയുടെ കുഞ്ഞാണ്, അവള് ഈ വീട്ടിൽ തന്നെ വളരണം. ഇനി അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അനഘയും ചന്തു മോളും അനന്തപുരിയിലുണ്ടാവും ഇനിയുള്ള കാലം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ പോയി അവരെ രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് വരിക. ഇത് കണ്ട് ജലജയും അതുപോലെ അബിയും എല്ലാം ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ നവീനയ്ക്കും മറ്റുള്ളവർക്കും എല്ലാം ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ചന്തുമോളെയും അതുപോലെ തന്നെ അനഘയും കൂട്ടി മുത്തശ്ശൻ അനന്തപുരി വരുന്നുണ്ട്. ഇനി കുറച്ച് കാലം അവരവിടെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്